अर्जुन उवाच परं ब्रह्म परं धाम पवित्रं परमं भवान् पुरुषं शाश्वतं दिव्यमादिदेवमजं विभुम् आहुस्त्वां ऋषयः सर्वे देवर्षिर्नारदस्तथा असितो देवलो व्यास स्वयं चैव ബ്രവീഷി മേ. അന്വയം. അർജുനൻ പറഞ്ഞു, പരം ബ്രഹ്മ പരം ധാമ പരമം പവിത്രം ഭവാൻ ത്വാം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും പുരുഷം സർവേ ഋഷയഃ തഥാ ദേവർഷിഃ നാരദഃ അസിതഃ ദേവലഃ വ്യാസഃ ആഹു സ്വയമേവ മേ ബ്രവീഷി ച. അതായത്, പരബ്രഹ്മവും ഉത്തമമായ ആശ്രയവും ഉത്തമ ശുദ്ധവസ്തുവുമാണ് അങ്ങ്. അങ്ങയെ നിത്യനെന്നും പ്രകാശരൂപിയെന്നും ആദിദേവനെന്നും ജനനരഹിതനെന്നും സർവവ്യാപിയെന്നും പുരുഷനെന്നും സകല ഋഷിമാരും ദേവർഷി നാരദനും അസിതനും ദേവലനും വ്യാസനും പറയുന്നു. അങ്ങനെ തന്നെ അങ്ങിപ്പോൾ എന്നോട് പറയുകയും ചെയ്യുന്നു. ശ്ലോകം 14. സർവമേതദൃതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഃ. അന്വയം. കേശവ, മാം യദ് വദസി ഏതത് സർവം ഋതം മന്യേ ഭഗവൻ തേ വ്യക്തിം ദേവാഃ ന വിദുഃ ദാനവാഃ നഹി. അതായത്, അല്ലയോ കേശവ, അങ്ങ് എന്നോട് പറയുന്നതെല്ലാം സത്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങയുടെ വ്യക്തിഭാവത്തെ, അതായത് യഥാർത്ഥ സ്വരൂപത്തെ ദേവന്മാരോ ദാനവന്മാരോ ആരും തന്നെ അറിയുന്നില്ല. ഇവിടെ ദേവന്മാർ ഇന്ദ്രിയങ്ങളെയും ദാനവന്മാർ കാമാദി വികാരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നും കരുതാവുന്നതാണ്. ശ്ലോകം 15. സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. അന്വയം. പുരുഷോത്തമ, ഭൂതഭാവന, ഭൂതേശ, ദേവദേവ, ജഗത്പതേ, ത്വം സ്വയമേവ ആത്മാനം ആത്മനാ വേത്ത. അതായത്, ഭൂതങ്ങളുടെ മൂലകാരണവും ഭൂതനായകനും ദേവദേവനും ജഗത്പതിയുമായ ഹേ പുരുഷോത്തമ, അങ്ങ് അങ്ങയെ അങ്ങയാൽ സ്വയം അറിയുന്നു. അങ്ങ് മാത്രമേ അങ്ങനെ അറിയുന്നുള്ളൂ. അതും അന്യകരണാപേക്ഷ കൂടാതെ തന്നെ. ഓരോ വ്യക്തിയിലുള്ള ആത്മാവിനെ, അതായത് പ്രത്യേകാത്മാവിനെ പുരുഷൻ എന്ന് പറയുന്നു. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവായ പരമാത്മാവ് അതിനാൽ പുരുഷോത്തമനാകുന്നു. പരമാത്മസ്വരൂപനായ ഭഗവാനെ പൂർണ്ണമായി അറിയാൻ മറ്റാർക്കും സാധ്യമല്ല. ഈശ്വരൻ്റെ സഗുണ നിർഗുണ ഭാവങ്ങളെ പൂർണ്ണമായി മറ്റാർക്കും അറിയാവതല്ലെന്ന് ഭാവം. ശ്ലോകം 16. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വാപ്യ തിഷ്ഠസി. അന്വയം. ഹി യാഭിഃ വിഭൂതിഭിഃ ഇമാൻ ലോകാൻ വാപ്യ ത്വം തിഷ്ഠസി ദിവ്യാഃ ആത്മവിഭൂതയഃ അശേഷേണ വക്തും അർഹസി. അതായത്, അതുകൊണ്ട് ഏതെല്ലാം വിഭൂതികളാൽ ഈ ലോകമാകെ വ്യാപിച്ച് അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ, ദിവ്യങ്ങളായ ആ ആത്മവിഭൂതികളെ മുഴുവനും പറഞ്ഞു തരാൻ അങ്ങേക്കേ കഴിയൂ. അവ എനിക്ക് പറഞ്ഞു തരണം എന്ന് വ്യംഗ്യം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.